ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 30 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. പുതിയ കാര്യങ്ങൾ അറിയാനുള്ളൊരു ആഗ്രഹം, ഒരു ആകാംക്ഷ പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണം. കാരണം എന്നും അപ്ഡേഷൻസ് ആണ് അവരുടെ വിജയം. അതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ. JD's കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ഇന്ന് ജൂലൈ 30 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഫോർ ദി ലോങ്സ്റ്റ് ഭരതനാട്യം പെർഫോമൻസ്. ഏറ്റവും ദൈർഘ്യമേറിയ ഭരതനാട്യ പ്രകടനത്തിനുള്ള ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. ലേറ്റസ്റ്റ് ആയിട്ട് ഭരതനാട്യത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു റെക്കോർഡ് ആണ് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. 170 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചതിന് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ആരെയാണ് അംഗീകരിച്ചത്? റെമോണ പെരേര. മംഗലാപുരം സ്വദേശിയായിട്ടുള്ള BA ഫൈനൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള റെമോണ പെരേരയാണ് 170 മണിക്കൂർ ഭരതനാട്യം കളിച്ചിട്ടുള്ളത്. അതായത് ഏകദേശം പറയുമ്പോൾ 7 ദിവസം തുടർച്ചയായിട്ട്. ഇതിൽ 3 മണിക്കൂർ കളിക്കുകയും 15 മിനിറ്റ് റെസ്റ്റ്. ആ സമയത്താണ് ഭക്ഷണം അല്ലെങ്കിൽ ചെറിയ ലെവലിൽ റെസ്റ്റ്. ആ 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും 3 മണിക്കൂർ ഭരതനാട്യം. ഇതിലൂടെ തന്നെ 170 മണിക്കൂർ തുടർച്ചയായിട്ട് ഭരതനാട്യം കളിച്ച് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള കുട്ടിയാണ് BA ഫൈനൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള മംഗലാപുരം സ്വദേശിയായിട്ടുള്ള റെമോണ പെരേര. മംഗലാപുരത്ത് നിന്നുള്ള റെമോണ പെരേര 170 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് ഏത് തീയതി മുതലാണ്? 2025 ജൂലൈ 21 മുതൽ ജൂലൈ 28 വരെ. ഈ കഴിഞ്ഞ ആഴ്ച, അതായത് ജൂലൈ 21 മുതൽ ജൂലൈ 28 വരെ മംഗലാപുരം സ്വദേശിയായിട്ടുള്ള റെമോണ പെരേര 170 മണിക്കൂർ ആണ് ഭരതനാട്യം കളിച്ചതിലൂടെ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ളത്. 170 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ചുകൊണ്ട് റെമോണ പെരേര ആരുടെ റെക്കോർഡ് ആണ് മറികടന്നത്? സുധീർ ജഗ്താപ് 127 മണിക്കൂർ. ഇതിനു മുമ്പ് 127 മണിക്കൂർ ആയിരുന്നു സുധീർ ജഗ്താപ് ആയിരുന്നു ആ ഒരു റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് 170 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇനി എത്രയും മണിക്കൂർ ഭരതനാട്യം കളിക്കുക എന്ന് പറയുമ്പോൾ അത്ര ഈസിയല്ല. അതുപോലെ തന്നെ ഈ റെക്കോർഡ് തകർക്കുകയും അത്ര ഈസിയല്ല. ഇതിനു മുമ്പത്തെ 127 ആണെങ്കിൽ ഇപ്പോഴത്തെ പുതിയ റെക്കോർഡ് ആണ് 170 മണിക്കൂർ. റെമോണ പെരേര, മംഗലാപുരം സ്വദേശി. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് DRDO സക്സസ്ഫുള്ളി കണ്ടക്ട്സ് 2 കോൺസിക്യൂട്ടീവ് ഫ്ലൈറ്റ് ടെസ്റ്റ് ഓഫ് ദി പ്രളയ് മിസൈൽ. പ്രളയ് മിസൈലിന്റെ തുടർച്ചയായ 2 പറക്കൽ പരീക്ഷണങ്ങൾ DRDO വിജയകരമായി നടത്തി. ഇത് DRDOയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിസൈലിന്റെ പരീക്ഷണമാണ്. തുടർച്ചയായിട്ട് 2 ദിവസമാണ് ആ ഒരു മിസൈലിന്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇന്ത്യയുടെ പ്രളയ് മിസൈൽ ഏത് തരം മിസൈലാണ്? സർഫേസ് ടു സർഫേസ് മിസൈൽ. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കുള്ള മിസൈൽ. നമുക്ക് മിസൈൽസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. അതായത് സർഫേസ് ടു സർഫേസ്, സർഫേസ് ടു എയർ, അതുപോലെ തന്നെ എയർ ടു എയർ. പ്രളയ് എന്ന മിസൈൽ ഇത് സർഫേസ് ടു സർഫേസ് മിസൈൽ ആണ്. 2025 ജൂലൈ 28 ജൂലൈ 29 DRDO പ്രളയ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത് ഏത് പരീക്ഷണ ശ്രേണിയിൽ നിന്നാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം ഐലൻഡ്, ഒഡീഷ. ഒഡീഷയിലുള്ള ഒരു ടെസ്റ്റ് റേഞ്ച് ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ടെസ്റ്റ് റേഞ്ച്. ഇവിടെ വെച്ചാണ് സർഫേസ് ടു സർഫേസ് മിസൈൽ ആയിട്ടുള്ള പ്രളയ് എന്ന ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിസൈലിന്റെ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത്. പ്രളയ് മിസൈലിന്റെ പരമാവധി പരിധി എത്രയാണ്? 150 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെ ദൂരത്തിൽ. ദ റേഞ്ച് ഓഫ് പ്രളയ് മിസൈൽ, അതായത് ഒരു മിസൈലിന്റെ റേഞ്ച് എവിടം വരെയാണ്? ഇത് പ്രളയ് മിസൈലിന്റെ പല വേർഷനിലും പറയുമ്പോൾ 150 മുതൽ 500 കിലോമീറ്റർ വരെയുള്ള ആ ഒരു ടാർഗറ്റ് കൃത്യമായിട്ടുള്ള ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ് പ്രളയ് മിസൈൽ. ഇതൊരു ബാലിസ്റ്റിക് മിസൈൽ ആണ്. അതായത് ഇതിനെ ന്യൂക്ലിയർ വെപ്പൺസ് ക്യാരി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു മിസൈൽ ആണ്. ഒരു ബാലിസ്റ്റിക് മിസൈൽ ആണ് പ്രളയ് എന്ന മിസൈൽ. ഇതിന്റെ പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ജൂലൈ 28 29 ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഏതൊക്കെ രാജ്യങ്ങളുടെ മിസൈലുകൾ പ്രളയ് മിസൈലിനോട് താരതമ്യപ്പെടുത്താവുന്നതാണ്? ഡോങ്ഫെങ് ചൈന, പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ US,
9K-720 ഇസ്കൻഡർ റഷ്യ, ഹ്യൂൻമ്യൂ 2 ദക്ഷിണ കൊറിയ. ഓരോ രാജ്യങ്ങൾക്കും ഇതേ ലെവലിലുള്ള മിസൈൽസ് ഉണ്ട്. അതിൽ ചൈനയുടെ ഡോങ്ഫെങ്, US-ന്റെ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ, റഷ്യയുടെ 9K-720 ഇസ്കൻഡർ, സൗത്ത് കൊറിയയുടെ ഹ്യൂൻമു 2 എന്ന മിസൈൽസ്. ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈൽ ആണ് ഇന്ത്യയുടെ പ്രളയ് എന്ന മിസൈൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ICGS അഡൽ ഫാസ്റ്റ് പെട്രോൾ വെസൽ. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ICGS അഡൽ ഫാസ്റ്റ് പെട്രോൾ വെസൽ പുറത്തിറക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തയാണ്. അതായത് ഗോവ ഷിപ്പ്യാർഡിന്റെ മറ്റൊരു കപ്പൽ പുറത്തിറക്കി. ഇന്ന് ഗോവ ഷിപ്പ്യാർഡ് പ്രത്യേകിച്ച് ICGSനെ ഏറ്റവും കൂടുതലായിട്ട്, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഷിപ്പ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 29 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായി ICGS അഡൽ ഫാസ്റ്റ് പെട്രോൾ വെസൽ പുറത്തിറക്കിയ കപ്പൽശാല ഏതാണ്? ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ICGS, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അഡൽ എന്ന ആ ഒരു ഫാസ്റ്റ് പെട്രോൾ വെസൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണെങ്കിൽ തീര സംരക്ഷണത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണിത്. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ നിലവിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആരാണ്? ബ്രിജേഷ് കുമാർ ഉപാധ്യായ. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ഇപ്പോഴത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ആണ് ബ്രിജേഷ് കുമാർ ഉപാധ്യായ. ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സുവാരി നദിയുടെ തീരത്തുള്ള ഒരു കപ്പൽശാലയാണ്. കൂടാതെ ഇന്ത്യക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള മറ്റ് കപ്പൽശാലകളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്, മെസഗോൺ ഡോക്ക് ബിൽഡേഴ്സ് മുംബൈ, GRSC കൊൽക്കത്ത, ഹിന്ദുസ്ഥാൻ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി വിശാഖപട്ടണം. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയം ആൻഡ് മെമ്മോറിയൽ സ്തൂപ ഇൻ വൈശാലി വാസ് ഇനോഗ്രേറ്റഡ്. വൈശാലിയിലെ ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയവും സ്മാരക സ്തൂപവും ഉദ്ഘാടനം ചെയ്തു. വൈശാലി എന്ന ഡിസ്ട്രിക്ട് ഇതെവിടെയാണ്? അതുപോലെ തന്നെ ഏത് സംസ്ഥാനത്താണ് ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയം അതുപോലെ തന്നെ മെമ്മോറിയൽ സ്തൂപ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാരക സ്തൂപം ആണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയവും സ്മാരക സ്തൂപവും 2025 ജൂലൈ 29 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ബീഹാറിലെ വൈശാലി ജില്ല. ബീഹാറിലെ വൈശാലി ജില്ലയിലാണ് ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയം അതുപോലെ തന്നെ സ്മാരക സ്തൂപവും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ബീഹാറിലെ വൈശാലി ഡിസ്ട്രിക്റ്റിൽ വൈശാലിഗഡ് എന്ന സ്ഥലത്താണ് ഈ ഒരു ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയവും അതുപോലെ തന്നെ മെമ്മോറിയൽ സ്തൂപവും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. 72 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 550 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിച്ച ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയവും സ്മാരക സ്തൂപവും ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാറിന്റെ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് നിതീഷ് കുമാർ. അദ്ദേഹമാണ് ബീഹാറിലെ വൈശാലി ജില്ലയിലെ വൈശാലിഘട്ടിലുള്ള ഈ ഒരു മ്യൂസിയവും സ്മാരക സ്തൂപവും ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ബുദ്ധ സമ്യക് ദർശൻ മ്യൂസിയവും സ്മാരക സ്തൂപവും നിർമ്മിക്കുന്നതിന് സിമന്റ് ഉപയോഗിക്കാത്ത എത്ര ഇന്റർലോക്ക് ചെയ്ത കല്ലുകൾ ഉപയോഗിച്ചു? 42,000 മണൽക്കല്ല് ബ്ലോക്കുകൾ. അതായത് ഈ സ്തൂപത്തിന്റെ പ്രത്യേകത, ഇതിനുവേണ്ടി സിമന്റോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ഉപയോഗിക്കാതെ തന്നെ ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള കല്ലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 42,000-ഓളം സാൻഡ് സ്റ്റോൺസ്, മണൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കല്ലുകളാണ്, ഇന്റർലോക്ക് കല്ലുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. 42,000-ഓളം കല്ലുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഭൂമികുലുക്കത്തെ പോലും അതിജീവിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ലെവലിലുള്ള ഒരു സ്തൂപം ആണ് നിർമ്മിച്ചിട്ടുള്ളത്. ബീഹാറിലെ വൈശാലി ഡിസ്ട്രിക്റ്റിലെ വൈശാലിഘട്ടിലാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 കംപ്ലീറ്റ്സ് ഇറ്റ്സ് 5 ഇയേഴ്സ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അതിൻ്റെ 5 വർഷം പൂർത്തിയാക്കുന്നു. NEP നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇന്നിപ്പോൾ പല സ്റ്റേറ്റിലും NEP അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ അത്രയ്ക്കത് പ്രാവർത്തികമാക്കിയിട്ടില്ല. NEP 2020 അത് 5 വർഷം പൂർത്തിയാക്കി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ദേശീയ വിദ്യാഭ്യാസ നയം അതിൻ്റെ 5 വർഷം പൂർത്തിയാക്കിയത് ഏത് തീയതിയിലാണ്? 2025 ജൂലൈ 29. അതായത് 5 വർഷം മുമ്പ് 2020 ജൂലൈ 29 തീയതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്.
ഇന്നിപ്പോൾ 5 വർഷം പൂർത്തിയാക്കിയ ഒന്നാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. 2020 ജൂലൈ 29 ദേശീയ വിദ്യാഭ്യാസ നയം 2020 അതിൻ്റെ ഉദ്ഘാടനം ആരാണ് ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ് 2020 ജൂലൈ 29 5 വർഷം മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഏത് വിദ്യാഭ്യാസ മന്ത്രിയെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ നയം ആഘോഷിക്കുന്നത്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് എല്ലാ വർഷവും നവംബർ 11 നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിങ്: കാസിരംഗ ഇൻ ആസാം റെക്കോർഡ്സ് ദി തേർഡ് ഹയസ്റ്റ് ടൈഗർ ഡെൻസിറ്റി ഇൻ ഇന്ത്യ. ആസാമിലെ കാസിരംഗ ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും ഉയർന്ന കടുവ സാന്ദ്രത രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഒരു വാർത്തയാണ്. അതായത് കാസിരംഗ നാഷണൽ പാർക്ക് ഇന്നിപ്പോൾ ഇന്ത്യയിൽ തന്നെ പറയുമ്പോൾ 3ാമത്തെ ഏറ്റവും കൂടുതലായിട്ട് കടുവ ഉള്ള ഒരു പാർക്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂലൈ 29 മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും ഉയർന്ന കടുവ സാന്ദ്രത രേഖപ്പെടുത്തിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ആസാമിലെ കാസിരംഗ കടുവ സംരക്ഷണ കേന്ദ്രം KTR. കാസിരംഗ ടൈഗർ റിസർവ് ഇത് ആസാമിലാണ്. ഈ ഒരു ടൈഗർ റിസർവ് ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ജൂലൈ 29 ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹിമന്ത ബിസ്വ ശർമ്മ അറിയിച്ചത് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കടുവ സാന്ദ്രതയുള്ള 3ാമത്തെ ഒരു പാർക്ക് ആയിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ടൈഗർ റിസർവ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ആസാമിലെ കാസിരംഗ കടുവ സംരക്ഷണ കേന്ദ്രം ഏത് മൃഗത്തിന് പേര് കേട്ടതാണ്? കൊമ്പുള്ള കണ്ടാമൃഗങ്ങൾ. കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നാണ് റൈനോ. ഹോൺഡ് റിനോസേഴ്സിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പാർക്ക് ആണ്, ടൈഗർ റിസർവ് കേന്ദ്രമാണ് ആസാമിലെ കാസിരംഗ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ഏത് 2 കടുവ സംരക്ഷണ കേന്ദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ കടുവ സാന്ദ്രതയുള്ളത്? കർണാടകയിലെ ബന്ദിപ്പൂർ കടുവ സംരക്ഷണ കേന്ദ്രം, ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ടൈഗേഴ്സിൻ്റെ സാന്ദ്രത കൂടുതലുള്ള 2 ടൈഗർ റിസർവ്സ് ആണ്. ഒന്ന് കർണാടകയിലെ ബന്ദിപ്പൂരിലും മറ്റൊന്ന് ഉത്തരാഖണ്ഡിലെ കോർബറ്റ് നാഷണൽ പാർക്കും. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് കടുവകൾ സംരക്ഷിക്കുന്ന ഒരു കൺട്രി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് ആസാം ആണ് ഹിമന്ത ബിസ്വ ശർമ്മ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ട് കടുവ സാന്ദ്രതയുള്ള 3ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് മാറിയിരിക്കുകയാണ് കാസിരംഗ ടൈഗർ റിസർവ് ആസാം. നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.